ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ താൻ പണിയാത്ത വീട് അപകരിക്കുന്നു എന്നൊരു പ്രസ്താവനയുണ്ട്. ഒരു കൂട്ടം ആളുകൾ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ തലങ്ങളിൽ അവർ ജീവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അധ്വാനിക്കാതെ മറ്റൊരുവന്റെ അധ്വാനത്തെ കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുകയും ആ തലത്തിൽ അപകരിച്ചെടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന അനേകം ആളുകളെ ഈ കാലഘട്ടത്തിലും നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചു നോക്കുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ ദാവീദിന്റെ മകനായിരിക്കുന്ന അബ്ശാലോമിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ദാവീദിന്റെ അധികാരം താൻ കരസ്ഥമാക്കേണ്ടതിന് ബുദ്ധിയോടുകൂടി ഇടപെടുകയും അതിനായി താൻ ചാരന്മാരെ ഒരുക്കി വെക്കുകയും ഒക്കെ ചെയ്തിട്ട് ദാവീദിനോട് പോഷ്ക് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഒരുപറ്റം ആളുകളുമായി കടന്നുപോവുകയും മലയിൽ കയറി നിന്നുകൊണ്ട് അബ്ശാലോം രാജകുമാരൻ രാജാവായിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുകയും ദാവീദ് തൻ്റെ അധികാരം നഷ്ടപ്പെട്ട് രക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോവുകയും ചെയ്യുന്നതായ ചിന്തയാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. പിടിച്ചെടുത്ത അധികാരമാണ് അബ്ശാലോമിന്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അത് തനിക്ക് പ്രയോജനപ്രദമായില്ല എന്ന് മാത്രമല്ല, അത് തൻ്റെ നാശത്തിനും അത് തൻ്റെ വേദനയ്ക്കും കാരണമായി തീർന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും ഇബ്താഗ് എന്ന് പറയുന്നതായ മനുഷ്യന് ന്യായമായി പിതാക്കന്മാരുടെ അവകാശ ഭൂമിയായി ലഭിക്കേണ്ടതൊന്നും കൊടുക്കാതെ സഹോദരന്മാർ തന്നെ അപമാനിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും സഹോദരന് അവകാശപ്പെട്ട ആ നന്മ കൂടെ കരസ്ഥമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്നാൽ അവർക്കും അതനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതവരെ പിന്നത്തേതിൽ വല്ലാണ്ട് അസ്വസ്ഥരാക്കുകയാണ് ചെയ്തതെന്ന് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത്, നമുക്ക് അവകാശപ്പെടാത്തതൊന്നും നാം കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുകയോ മറ്റൊരുവൻ ഉള്ളത് അപകരിച്ചെടുത്ത് നമുക്ക് വലിയവരാകാൻ പരിശ്രമിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്ക് മാത്രമേ നമ്മെ കൊണ്ടുപോകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നാം മറ്റുള്ളവരെ അപമാനിക്കുന്നവരും അവരുടെ വസ്തുവകകളോ നന്മകളോ അധികാരങ്ങളൊന്നും അപകരിക്കുന്നവരോ ആയിത്തീരാതെ
നമുക്ക് നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്സാഹിക്കാം. അതിന് നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ മറ്റൊരുവനുള്ളത് അപകരിച്ചെടുത്ത് ശ്രേഷ്ഠരായി തീരുവാൻ ഉത്സാഹിച്ചിട്ട് നാശത്തിലേക്ക് കടന്നു പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ നീതിയോടെ ജീവിച്ച് സത്യസന്ധതയോടെ ജീവിച്ച് മുൻപോട്ട് സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.